നമസ്കാരം. സഹാരിയുടെ പുതിയൊരു ഓൺലൈൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. In the year dash the NCDC was established for strengthening cooperative activities. അല്ലെ, കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് വർഷമാണ് NCDC രൂപീകരിച്ചതെന്നാണ് ചോദ്യം. ഓക്കെ, കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് NCDC രൂപീകരിച്ച വർഷം ഏതാണ്? അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്. NCDC സ്ഥാപിച്ചിട്ടുള്ള വർഷം എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1963 ആണ്. അല്ലെ, വ്യക്തമായി പറഞ്ഞാൽ 13/3/1963 പക്ഷെ ചില പുസ്തകങ്ങളിൽ 14/3/1963 എന്ന് പഠിക്കാറുണ്ട്. നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്തും 14/3/1963 എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഡേറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പക്ഷെ 13/3/1963 എന്ത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഈ ഒരു NCDC എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ NCDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് ഒരു ആമുഖം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ആമുഖം എന്ന് പറയുന്നത് NCDC എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റിയിട്ട് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്ഥാപനമാണ്, ഇതൊരു സഹകരണ സംഘമല്ല, ഇതൊരു സ്ഥാപനമാണ്, ഇതൊരു കോർപ്പറേഷനാണ് അല്ലേ. അതായത് പാർലമെന്റിൽ ഒരു പ്രത്യേക നിയമം പാസ്സാക്കി ആ നിയമത്തിലൂടെ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ NCDC എന്ന് പറയുന്നത്. അതായത് സമഗ്രമായിട്ടുള്ള വികസനമാണ്, എല്ലാ മേഖലയിലോട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസനമാണ്. കേവലം സഹകരണ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ള എല്ലാ മേഖലയും കവർ ചെയ്യുന്ന തരത്തിലുള്ള വികസനമാണ് ആര് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ഒരു NCDC എന്ന് പറയുന്ന സ്ഥാപനം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1954 റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് NCDWB എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1956 ആ ഒരു സ്ഥാപനം രൂപീകരിച്ചതുമാണ്. പക്ഷെ പിന്നീട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന ആവശ്യം ഉണ്ടാകുകയും 1956 ഉണ്ടായ ഈ ഒരു NCDWBയുടെ WB എന്ന് പറയുന്ന വെയർ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷന് കൈമാറുകയും പിന്നീട് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പരിപാടി ഒരു സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്തു. ആ സ്ഥാപനമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഏതെന്ന് പറയുന്നത് NCDC എന്ന് പറയുന്നത്. ഈ NCDC എന്ന് പറയുന്നത് 1962 പാർലമെന്റിൽ ഒരു പ്രത്യേക ആക്ട് പാസ്സാക്കി, ആക്ട് നമ്പർ 26 എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സായിക്കൊണ്ട് നിലവിൽ വന്നിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ NCDC എന്ന് പറയുന്നത്. NCDC ആക്ട് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 14/3/1963 എന്നോ ചെയ്തിട്ടുള്ള ഈ ഒരു NCDC എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വന്നതെന്ന് ഇതിനകത്ത് പറയുന്നു. പക്ഷെ നിങ്ങളൊരു ഡേറ്റ് കൂടെ പഠിച്ചു വെച്ചേക്കണം, 13/3/1963. ഈ ഒരു ഡേറ്റ് കൂടെ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിച്ച് വെച്ചേക്കണം. ഇനി NCDC എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു NCDC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയുന്നു ഇതിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന 51 അംഗങ്ങൾ ചേരുന്ന കൗൺസിലാണ് അല്ലെ, ജനറൽ കൗൺസിലാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇതിനുണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്. ഈ ഒരു ജനറൽ കൗൺസിലിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്, ജനറൽ കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സഹകരണ മന്ത്രിയായിരിക്കും, അതായത് കേന്ദ്ര സഹകരണ മന്ത്രിയായിരിക്കും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും, ഒരു MD ആയിരിക്കും എന്നും പറയുന്നു. ഓക്കെ, ഇനി അടുത്ത് ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക മേഖല മാത്രമല്ല, സഹകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമഗ്ര വികസനമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്താണ് സാധനങ്ങളുടെ പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതുപോലെ തന്നെ മറ്റെന്ത് സാധനങ്ങളുണ്ടോ ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവും, നമ്മുടെ NCDCക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള അധികാരം ആർക്കുണ്ടാവും, NCDCക്ക് ഉണ്ടാവും. NCDC കൂടാതെ ട്രൈഫെഡിനാണ് മറ്റൊരു അധികാരം ഉണ്ടാവുക. അതായത് ട്രൈഫെഡ് എന്ന് പറയുന്നത് നാഷണൽ സൊസൈറ്റിക്കാണ് ഈ ഒരു മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യാനും അതിനെ മാർക്കറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ SC/ST സൊസൈറ്റീസിന് നമ്മൾ ഈ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാർക്കറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു അധികാരം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ആ ഒരു മൈനർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്നതിനുള്ള അധികാരം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആളിൻ്റെ പേര് എന്താണ്, NCDC എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു ഡയറി, പൗൾട്രി, ഫിഷറീസ് ഇത്തരം സ്കീമുകളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും
ഇനി അതുപോലെ തന്നെ ലീഡ് ലിങ്ക് സ്കീം അല്ലെങ്കിൽ റൂറൽ കൺസ്യൂമർ സ്കീം എന്ന് പറയുന്ന ഈ ഒരു സ്കീം മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ ആരാണ്? NCDC ആണ്. ഓക്കെ, 1976 ഈ ലീഡ് ലിങ്ക് സ്കീം എന്ന് പറയുന്ന ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രാമീണ മേഖലയിൽ ആളുകൾക്ക് കൂടുതൽ റൂറൽ കൺസ്യൂമർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ റൂറൽ കൺസ്യൂമർ സ്റ്റോർസ് പ്രൊവൈഡ് ചെയ്യുക, കൺസ്യൂമർ മൂവ്മെന്റിനെ കൂടുതൽ ഗ്രാമീണമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീമായിരുന്നു ഏതെന്ന് പറയുന്നത് റൂറൽ കൺസ്യൂമർ സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ്? NCDC. അത് മോണിറ്റർ ചെയ്യുന്ന ആര് തന്നെയാണ്? NCDC തന്നെയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ICDP നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പരിപാടി മോണിറ്റർ ചെയ്യുന്നതും അതിന്റെ കൺട്രോളിങ്ങും എല്ലാം ആര് തന്നെയാണ്? നമ്മുടെ NCDC തന്നെയാണ്. 1985-86 കാലഘട്ടത്തിലാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ICDP ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിലൂടെയാണെന്ന് കേട്ടാൽ നമ്മുടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലൂടെയാണ്, അതായത് DCBകളിലൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ICDP ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു വികസനമല്ല, പകരം ഒരു ജില്ലയെ നമ്മൾ എടുത്തിട്ട് ആ ജില്ലയെ നമ്മൾ എന്തോ ചെയ്യും? വികസിപ്പിക്കും. മനസ്സിലായില്ലേ? ആ ജില്ല അടിസ്ഥാനമാക്കിയുള്ള വികസനമാണ്. ഇപ്പോൾ തൃശ്ശൂരാണ് എങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന മേഖലയിൽ ഈ NCDC വഴി എന്തൊക്കെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ NCDCയിലൂടെ ആ ഒരു റൂറൽ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി 1985-86 കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം തുടങ്ങിയത്. വെസ്റ്റ് ബംഗാളിലെ നദിയ എന്ന് പറയുന്ന ജില്ലയിലാണ് ആദ്യമായിട്ട് ഒരു ICDP പ്രോജക്റ്റ് എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, എന്നാൽ കേരളത്തിൽ ഇത് വന്നത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ ആവശ്യമായിട്ടുള്ള എന്താണ് ആ പ്രസ്ഥാനങ്ങളൊക്കെ ഇവർ ആരംഭിച്ചു. അതിനുശേഷം ഓരോരോ ജില്ലകളായിട്ട് ഇവർ തിരഞ്ഞെടുക്കും. ആ ജില്ലകൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ സ്ഥാപനങ്ങളെ എന്തോ ചെയ്യും? ഇവർ രൂപീകരിക്കും. മനസ്സിലായില്ലേ? ഈ ഒരു സ്കീമിനെയാണ് നമ്മൾ ICDP ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ NCDCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളിവിടെ പരിശോധിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NCDC ഒരിക്കലും ഒരു സഹകരണ സംഘമല്ല, അതൊരു സ്ഥാപനമാണ്, കോർപ്പറേഷനാണ് ഏതെന്ന് പറയുന്ന NCDC. അതിനുവേണ്ടി ഒരു പ്രത്യേക നിയമം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തെ പരിശോധിക്കാം. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കോർപ്പറേഷൻ വാസ് മെയ്ഡ് എ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ്. ആരുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണത്തെ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കി മാറ്റിയത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ആരുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷനെ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കി മാറ്റിയത്? മൊണ്ടേ ഗെംസ്ഫോർഡ് ആണോ? ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണോ? റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആണോ? അഗ്രികൾച്ചറൽ ഫിനാൻസ് കമ്മിറ്റി ആണോ? ഏതാണ്? നമുക്കറിയാം മുണ്ടേഗ് കെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് അല്ലേ? 1919 അല്ലേ? ആരൊക്കെയാണ്? എഡ്വിൻ മുണ്ടേഗും അതുപോലെ തന്നെ ലോർഡ് കെംസ്ഫോർഡും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ള ആ സഹകരണത്തിൻ്റെ പകരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ഒരു നിയമമാണ് 1919 മുണ്ടേഗ് കെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമം നിലവിൽ വന്നതെന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അല്ലേ? സാധാരണ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു ഈ എഡ്വിൻ മുണ്ടേഗ് അതുപോലെ തന്നെ ലോർഡ് കെംസ്ഫോർഡ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം നിയമങ്ങൾ വരുന്നതിലൂടെ ഇന്ത്യയെ ഇവരിങ്ങനെ ഇട്ട് കൊതിപ്പിക്കും അല്ലേ? എന്തോന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തരും, നിങ്ങൾക്ക് ദ്വിമണ്ഡലം തരാം, നിങ്ങൾക്ക് എന്തോന്നാണ് ബയാർക്കി അല്ലേ? ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ തരാമെന്നൊക്കെ. ബയാർക്കി തന്നെയാണ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്ന മുന്നോട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെക്കും. ഇതിൽ വരുന്ന ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത് 1919 നമ്മുടെ ഏതെന്ന് പറയുന്നത് കോർപ്പറേഷൻ ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതിലെ ഒരു ഫാക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്ട്. ബാക്കി ഇഷ്ടംപോലെ കാര്യങ്ങൾ 1919 മുണ്ടേ കെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താ, ഇവിടെ രണ്ട് ആൾക്കാരുണ്ട്, അവരുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോർഡ് കെംസ്ഫോർഡും അതുപോലെ തന്നെ എഡ്വിൻ മുണ്ടേഗ് എന്ന് പറയുന്ന രണ്ട് ആൾക്കാരുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിനകത്ത് പറയുന്നു അല്ലെ, മൊണ്ടേഗ് കെംസ്ഫോർഡ് എന്താണ് ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മൊണ്ടേഗ് കെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് മോണ്ട്ഫോർഡ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അതൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല അല്ലെ. ഇതിനകത്ത് പറയുന്നു എന്തോന്നാണ്? ഇത്തരത്തിലുള്ള റിഫോമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു
കൊളോണിയൽ ഭരണത്തിലിരിക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തിൽ സഹകരണത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അതായത് സഹകരണം ഇനി മുതൽ എന്താണ് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതായത് സഹകരണത്തിൽ നിയമനിർമ്മാണവും അതുപോലെ തന്നെ സഹകരണത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ആരുടെ കയ്യിലാണ്? സംസ്ഥാനങ്ങളുടെ കയ്യിലാണ്. അതിനി മുതൽ ഒരു സെൻട്രൽ സബ്ജക്റ്റ് അല്ല, അല്ലെങ്കിൽ അതൊരു യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടേണ്ട കാര്യമല്ല. അതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതായത് ഇനി മുതൽ എന്താണ് നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇതിലെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് ഏതെന്ന് പറയുന്നത് എഡ്വിൻ മുണ്ടേഗ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന സഹകരണ നിയമം പുറത്തിറക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ബോംബെ സംസ്ഥാനമാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന സഹകരണ നിയമം പുറത്തിറക്കിയത് ബോംബെ സംസ്ഥാനമാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ഓപ്ഷനകത്ത് പറയുന്ന മറ്റ് ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഒന്നാമത്തെ കമ്മിറ്റിയാണ് മെക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെക്ലഗൻ കമ്മിറ്റിയെ പറ്റിയിട്ട് നമുക്കറിയാം എന്തോന്നാണ് ഇന്ത്യയിലെ തന്നെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വൺ ഓഫ് ദ ഫസ്റ്റ് കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് മെക്ലഗൻ കമ്മിറ്റി എന്ന് പറയുന്നത്. 1914 എഡ്വേർഡ് മെക്ലഗൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു മെക്ലഗൻ കമ്മിറ്റിക്ക് ഹെഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 1915 സമർപ്പിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. 1951 ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. അതിനകത്ത് 54 എന്ന് പറയുന്ന സമയത്ത് ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് AD ഗോർവാല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അതിനകത്ത് പറയുന്നു നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മൂലക്കല്ല് അല്ലെങ്കിൽ നാഴികക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ AD ഗോർവാല കമ്മിറ്റി എന്ന് പറയുന്നത്. ഗോർവാല കമ്മിറ്റി എന്നും ഇതിനെ എന്ത് ചെയ്യുന്നു? വിശേഷിപ്പിക്കുന്നു. ഇനി ഗോർവാല കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റ് മഹത് വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ആരൊക്കെയാണ്? DR ഗാഡ്ഗിൽ, വെങ്കട്ടപ്പൈ, അതുപോലെ NSR ശാസ്ത്രി എന്നിവരാണ് നമ്മുടെ ഈ ഗോർവാല കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റ് മഹത് വ്യക്തികളെന്ന് പറയുന്നത് കേട്ടോ. ഇനി അതിനകത്ത് പറയുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വർക്കിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ആദ്യത്തെ കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് നമ്മുടെ AD ഗോർവാല കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1984 3 വാല്യങ്ങളായിട്ടാണ് ഇവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത്. എന്തൊക്കെയാണ്? GST എന്നൊക്കെ നമ്മൾ കോഡ് വെച്ച് പഠിക്കും. ജനറൽ റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട് എന്നിങ്ങനെ 3 വാല്യങ്ങളായാണ് അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത്. ഇനി ഇതിനകത്ത് പറയുന്നു ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവരെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. സഹകരണത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത DR ഗാഡ്ഗിൽ അധ്യക്ഷനായിട്ടുള്ള അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റി. അതിന്റെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് DR ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ വുഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ചതും ഏറ്റവും അവസാനവുമായിട്ടുള്ള വാക്കാണ് ആരെന്ന് പറയുന്നത് സഹകരണം എന്ന് പറയുന്നത് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ DR ഗാഡ്ഗിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് പരിശോധിക്കാം. അതെ, കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു അബ്രിവേഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് എന്ത് റെക്കമെൻഡ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ആ ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നു അവരെന്താ റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അവർ റെക്കമെൻഡ് ചെയ്തത്? നബാർഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനമാണ് അവർ റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നബാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നു. നബാർഡ് എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് ബാങ്കാണ്. സാധാരണ
സാധാരണ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ബാങ്ക് അല്ല ഏതെന്ന് പറയുന്നത്. നബാർഡ് എന്ന് പറയുന്നത് ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ടും സഹകരണ സംഘങ്ങളുടെ എന്താണ് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടും രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്. നബാർഡ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട് അല്ലെ. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1981 ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നബാർഡ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ബാങ്ക് എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ച് വരുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നു നബാർഡ് ഒരു ഡെവലപ്മെന്റ് ബാങ്കാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ഗ്രാമീണ വികസനം, കൃഷി വികസനം അല്ലെ, അതുപോലെ തന്നെ എന്താണ് ചെറിയ കുടിൽ വ്യവസായങ്ങളുടെ വികസനം എന്നിവയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നബാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. കൂടുതലും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൂറൽ ഏരിയ തന്നെയാണ് അല്ലെ. ഇനി ഇതിനകത്ത് പറയുന്നു 12 ജൂലൈ 1982 ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് ഇതിനെ എന്തോ ചെയ്തത് പ്രഖ്യാപിച്ചത് അല്ലെ. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ ആണ് അല്ലെ. ഇനി ഇതിനകത്ത് പറയുന്നു 1981 നബാർഡ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി. ഈ ക്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് ആരാണ്? ബി ശിവരാമനാണ്. ഓക്കെ. ഇനി നബാർഡിനെമ്പാടും ഇന്ത്യ എമ്പാടും 31 റീജിയണൽ ഓഫീസുകളുണ്ട്, 3 ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, 418 ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർമാരുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവരുടെ എന്താണ് അഗ്രികൾച്ചർ ആൻഡ് അതായത് RBIയുടെ അഗ്രികൾച്ചർ ആൻഡ് എന്താണ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മുടെ ഈ നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം വന്നത്. അതുപോലെ തന്നെ ഇവർ റീപ്ലേസ് ചെയ്ത മറ്റൊരു ഡിപ്പാർട്ട്മെന്റാണ് അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ. ഓക്കെ. അപ്പോൾ ഈ രണ്ട് എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഒരു സ്ഥാപനത്തെ എന്ത് ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത്. ഇവരുടെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടിയായിരുന്നു അല്ലെ. അതുപോലെ തന്നെ മാർച്ച് 31, 2020 പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 14,080 കോടിയായിരുന്നു. ഇവരുടെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 കോടിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നബാർഡിന്റെ പ്രധാനപ്പെട്ട ഫണ്ടുകൾ ഒന്ന് പരിശോധിക്കാം. ഷെയർ ക്യാപിറ്റൽ അല്ലെ, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുമുള്ള എന്തോന്നാണ് ഡെപ്പോസിറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നുള്ള ഡെപ്പോസിറ്റുകൾ, അതുപോലെ തന്നെ എന്തോന്നാണ് RBIയുടെ എന്തോന്നാണ് അപ്രൂവലോടുകൂടി എന്താണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡെപ്പോസിറ്റുകൾ, ഡിബെഞ്ചറുകൾ, ബോണ്ടുകൾ, ലോൺസ്, ഗ്രാൻഡ് ഫ്രം RBI അല്ലെ. ഇങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഫണ്ടുകൾ ആർക്ക് ലഭിക്കുന്നുണ്ട്? നമ്മുടെ നബാർഡിന് ലഭിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ലോൺസ് അണ്ടർ ഗവൺമെന്റ് ഗ്യാരണ്ടി അല്ലെ. ഗവൺമെന്റ് ഗ്യാരണ്ടിക്ക് കീഴിൽ ഫോറിൻ എക്സ്ചേഞ്ച് ലോൺസ് കൊടുക്കുന്നുണ്ട് ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഓർ അബ്രോഡ് അല്ലെ. ഇന്ത്യക്ക് അകത്തു നിന്നോ ഇന്ത്യക്ക് പുറത്തു നിന്നോ ഉള്ള എന്താണ് സ്ഥലങ്ങളിൽ നിന്നും എന്താണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ലോൺസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നബാർഡിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത മാനേജ്മെന്റ്, നബാർഡിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ 15 മെമ്പേഴ്സാണ് ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് വരുന്നത്. അതിൽ ഡെപ്യൂട്ടി ഗവർണർ, RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ഒരാൾ, മാനേജിംഗ് ഡയറക്ടർ ഒരാൾ, പിന്നെ അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സും പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് 2 പേരുണ്ട്, നാഷണൽ കോപ്പറേറ്റീവ്സ് 2 പേരുണ്ട്, ടെക്നിക്കൽ എക്സ്പേർട്സ് 2 പേരുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് നോമിനീസ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഓക്കെ. അപ്പോൾ RBI നോമിനീസ് എത്ര പേരുണ്ട്? 3. ഓക്കെ. 3, 6, 10 അല്ലെ, 12, 14, 15. ഓക്കെ. അപ്പോൾ 15 പേരാണ് എന്തിനകത്ത് വരുന്നത്? നബാർഡിന്റെ എന്തിനകത്ത് വരുന്നത്? ബോർഡിനകത്ത് വരുന്നത്. അവരേതൊക്കെയാണെന്നുള്ളത് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ. ചിലപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചാലോ സെൻട്രൽ ഗവൺമെന്റ് നോമിനീസ് എത്ര പേരാണ് നബാർഡിനകത്ത്, എത്ര സെൻട്രൽ ഗവൺമെന്റ് നോമിനീസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതണ്ടേ. അപ്പോൾ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 3 ആണ്. ഓക്കെ. ശരി. ഇനി അടുത്ത് ഇവരുടെ ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്? അതായത് നബാർഡിന്റെ ഒബ്ജക്റ്റ് എന്താണ്? ടു കോർഡിനേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് ഡിഫറെന്റ് ഫിനാൻസിങ് ഏജൻസീസ് അല്ലെ. പലതരത്തിലുള്ള ഫിനാൻസിങ് ഏജൻസീസിന്റെ എന്തോന്നാണ് ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക, റിസർച്ചും സർവേകളും കണ്ടക്ട് ചെയ്യുക, ടു അറേഞ്ച് ദ ട്രെയിനിങ് പ്രോഗ്രാം ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ടു ആക്ട് as an agent ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നബാർഡിനുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റാണ്. ടു ഫെസിലിറ്റേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് വേരിയസ് പ്രോജക്ട്സ്, ടു കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഇൻ കോപ്പറേറ്റീവ്സ് ആൻഡ് RRBs. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നസ്കോബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും നസ്കോബ് എന്ന് പറയുന്ന സ്ഥാപനം അല്ലെ. ഇന്ത്യയിലെ എന്താണ് സഹകരണ അതായത് സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ അപ്പെക്സ് കോപ്പറേറ്റീവ് എന്താണ് ഫെഡറേഷനാണ് എന്ന് പറയുന്ന നസ്കോബ് എന്ന് പറയുന്നത് അല്ലെ. 19 മെയ് 1964 നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് നസ്കോബ്. ഈ നസ്കോബിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
ഇന്ത്യയെമ്പാടുമുള്ള സംസ്ഥാന സഹകരണ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് കൊടുക്കുന്നതിനും അവരുടെ കൺട്രോളും ഒക്കെ വരുന്നതാണ് ആരെന്ന് പറയുന്നത് നഫ്സ്കോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നഫ്സ്കോബ് എന്ന് പറയുന്നത് എന്താ, നാഷണൽ ലെവൽ ഫോറം ഫോർ സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ നേഷൻ. ഇറ്റ് ആക്ട് ആസ് എ ബാലൻസിംഗ് ഫാക്ടർ ഫോർ ഓൾ കോപ്പറേറ്റീവ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ ക്ലിയറിംഗ് ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നഫ്സ്കോബ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഓക്കെ, സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ ക്ലിയറിംഗ് ഹൗസ് എന്നറിയപ്പെടുന്ന നഫ്സ്കോബാണ്. ഇനി ഐമാസ് എന്ന് പറയുന്ന സ്കീം, ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം, ഐമാസ്. ഓക്കെ, ഈ ഐമാസ് എന്ന് പറയുന്ന സ്കീം ആരുടേതാണ്? നഫ്സ്കോബിൻ്റെതാണ്. ഓക്കെ, ഐമാസ് എന്ന് പറയുന്ന ഒരു സ്കീം അതും നഫ്സ്കോബിൻ്റെയാണ്. ഇനി അടുത്ത നഫ്കൂബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു സ്ഥാപനമുണ്ട് അല്ലേ. നാഫ്കബ് എന്നോ നഫ്കൂബ് എന്നോ ഒക്കെ പറയാം അല്ലേ. അപ്പോൾ നാഫ്കബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ നാഫ്കബ് എന്ന് പറയുന്ന സ്ഥാപനം 1977 നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ന്യൂഡൽഹിയിലാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നഫ്കൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നഫ്കബ് എന്ന് പറയാം. അപ്പോൾ ഒരു അപ്പെക്സ് ലെവൽ പ്രൊമോഷണൽ ബോഡിയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇത് എന്നാ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 17 ഫെബ്രുവരി 1977 ഇത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ വന്നത് 17 ഫെബ്രുവരി 1977 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് ഈ ഒരു സ്ഥാപനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയെമ്പാടുമുള്ള എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറ്റ് നാഷണൽ ലെവൽ ആരാണ്? നാഫ്കബാണ്. ഇനി ഇവരുടെ പ്രൗഡ്ലി കോപ്പറേറ്റീവ് എന്നതാണ് ഇവരുടെ മോട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രൗഡ്ലി കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഇവരുടെ എന്താണ്? മോട്ടോ ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾ പറയുന്നുണ്ട്. നഫ്സ്കോബ് 1964, നാഫ്കബ് 1977, നബാർഡ് 1982, NCARDB എന്നാണ്. NCARDB 1960. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു CSEBയുടെ PYQ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് 1072/2025 എന്ന് പറയുന്ന ഈ ഒരു സീരീസിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നന്ദി, നമസ്കാരം.